വൃക്കകളിലെ ക്യാൻസർ കൂടുതലായും കാണുന്നത് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് കൂടുതലായി കാണുന്നത്. എന്നിരുന്നാലും 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ കാണപ്പെടാറുണ്ട്. മെയിൽ ഫീമെയിൽ റേഷ്യോ നോക്കുമ്പോൾ ആണുങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. മൂത്രത്തിൽ രക്തം പോകുന്ന അവസ്ഥ കണ്ടിട്ടാണ് പേഷ്യൻസ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ഹലോ, ഞാൻ ഡോക്ടർ സച്ചിൻ, കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ യൂറോളജിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് വൃക്കകളിലെ ക്യാൻസറിനെ പറ്റിയാണ്. വൃക്കകളിലെ ക്യാൻസർ കൂടുതലായും കാണുന്നത് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് കൂടുതലായി കാണുന്നത്. എന്നിരുന്നാലും 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഇത് കാണപ്പെടാറുണ്ട്. മെയിൽ ഫീമെയിൽ റേഷ്യോ നോക്കുമ്പോൾ ആണുങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പലപ്പോഴും ഒരു സിംറ്റവും ഇല്ലാതെ ഇൻസിഡൻ്റലായിട്ടാണ് ഈ ട്യൂമർ നമ്മൾ കണ്ടുവരുന്നത്. ഹെൽത്ത് ചെക്കപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ വയറിൻ്റെ ഒരു സ്കാൻ എടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും നമ്മൾ ഈ ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കിഡ്നിയിലെ ക്യാൻസേഴ്സ് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, കിഡ്നിയുടെ ദശയിൽ ഉണ്ടാവുന്ന ക്യാൻസർ, അതായത് RCC എന്ന് പറയും. രണ്ടാമത്തേത്, കിഡ്നിയുടെ ഉള്ളിൽ തന്നെ യൂറിൻ ഉണ്ടായി അത് കളക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയും. യൂറിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്യൂബ്സ്, കളക്റ്റിംഗ് സിസ്റ്റം. ആ കളക്റ്റിംഗ് സിസ്റ്റംസ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്കൊരു കാലിക്സിൽ നിന്നാണ് പെൽവിസ് ഉണ്ടായി. അവിടെ നിന്നാണ് യൂറിറ്റർ എന്ന ട്യൂബിലൂടെ ബ്ലാഡറിലേക്ക് യൂറിൻ പോകുന്നത്. അപ്പോൾ ഈ യൂറിൻ വിസർജിക്കപ്പെടുന്ന ട്യൂബ്സ്, ആ ഏരിയയിൽ ഉണ്ടാവുന്ന ക്യാൻസർ, അതിന് ട്രാൻസിഷണൽ സെൽ കാർസിനോമ എന്ന് പറയും. അപ്പോൾ ഇതിൽ ട്രാൻസിഷണൽ സെൽ കാർസിനോമ എന്ന ട്യൂമേഴ്സ് കൂടുതലായി കാണപ്പെടുന്നത് അനലിൻ ഡൈ എക്സ്പോഷേഴ്സ് ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഡൈ ആയിട്ട് എക്സ്പോഷർ കൂടുതലുള്ള ആളുകളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പെയിൻറ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്ന ആളുകളിൽ, ചിലതരം ഹെയർ ഡൈസ് യൂസ് ചെയ്യുന്ന ആളുകളിൽ, ഇവരിലൊക്കെ ഈ ട്രാൻസിഷണൽ സെൽ കാർസിനോമ എന്ന ട്യൂമേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്കിതിൽ കൊണ്ടുണ്ടാകാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ട്യൂമർ അഫക്റ്റഡ് ആവുന്ന കിഡ്നി ഇരിക്കുന്ന ഭാഗത്ത് ബാക്ക് പെയിൻ ഉണ്ടാവുക, വയറുവേദന ഉണ്ടാവുക, മൂത്രത്തിൽ രക്തം പോകുന്ന അവസ്ഥ കണ്ടിട്ടാണ് പേഷ്യൻസ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ചിലപ്പോൾ വയറിനൊരു ഫുൾനെസ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവർ പറയാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്യൂമർ വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ ബോണിലേക്കോ അവിടേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് വേദന ഉണ്ടാവുക, അങ്ങനത്തെ സിംറ്റംസുമായിട്ടും രോഗികൾ വരാറുണ്ട്. നമുക്കിതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഏജാണ്. നമുക്കൊരു 50 വയസ്സിന് മുകളിൽ പോകുന്ന ആളുകളിൽ ഇതിൻ്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. കൺട്രോൾ ബി പി ഉള്ള ആളുകളിൽ, കിഡ്നി ഫെയിലിയർ വരുന്ന ആളുകളിൽ, ഇതല്ലാണ്ട് സ്മോക്കിംഗ് ഉള്ളവരിൽ, അമിതമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ, വേദന സംഹാരികൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ അമിതമായിട്ട് കഴിക്കുന്ന ചില ആളുകളിലും ഈ ക്യാൻസർ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു കിഡ്നിയിൽ ക്യാൻസർ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കിഡ്നിയിലെ തന്നെ ക്യാൻസേഴ്സ് 2 രീതിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, RCCയും TCCയും. ഒരു RCC എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. RCCയിൽ ഏർലി സ്റ്റേജിലാണ്, എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്യൂമർ, അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് ആ ട്യൂമർ മാത്രം നീക്കം ചെയ്യുക, അതായത് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. ബാക്കി കിഡ്നി നമുക്ക് അവിടെ സേവ് ചെയ്ത് വെച്ച് ട്യൂമർ മാത്രം നീക്കിക്കളയുന്ന ഓപ്പറേഷൻ ആണ് നമുക്കതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഓപ്ഷൻ. ഇന്നിപ്പോൾ റോബോട്ടിക് സിസ്റ്റത്തിലൂടെ നമുക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ട്യൂമർ മാത്രം മാറ്റി കിഡ്നിയുടെ ദശ മാക്സിമം സേവ് ചെയ്ത് മിനിമം ബ്ലഡ് ലോസ് ഉണ്ടായി ഫാസ്റ്റർ റിക്കവറിയിലൂടെ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് റോബോട്ടിക് ടെക്നിക്കിലൂടെ. ചില സാഹചര്യങ്ങളിൽ ഇൻസിഡൻ്റലായിട്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലും ഈ ട്യൂമേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻറ്റയർ കിഡ്നീനെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ ട്യൂമറായിട്ട് ഇതിനെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഈ ഒരു അവസ്ഥയിലും രോഗിക്ക് ഒരു സിംറ്റവും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് കിഡ്നീനെ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ട്യൂമറിനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ കിഡ്നിയും ട്യൂമറും കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത് കളയുക, അതായത് റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് ലാപ്രോസ്കോപ്പിക്കലിയോ അതല്ലെങ്കിൽ റോബോട്ടിക്കലിയോ അതല്ലെങ്കിൽ ഓപ്പൺ ശസ്ത്രക്രിയയിലൂടെയോ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ ഒരു ലോക്കലി അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നു. നമ്മളുടെ ട്യൂമർ കിഡ്നിയുടെ അകത്ത് നിന്ന് പതുക്കെ കിഡ്നിയുടെ രക്തക്കുഴലുകൾ, റീനൽ വെയിൻ, അങ്ങോട്ടേക്ക് പോകുന്നു. അതല്ലെങ്കിൽ ഇൻഫീരിയർ വീന കവ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രക്തക്കുഴലിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഇത് ശസ്ത്രക്രിയ ചെയ്ത് തന്നെ നമുക്കിതിനൊരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ഈ കിഡ്നിയിൽ നിന്നും വേറെ അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥ, മെറ്റാസ്റ്റാറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറിയും
അതിൻ്റെ കൂടെ തന്നെ അനുബന്ധമായിട്ട് മരുന്നുകളും നമുക്ക് എടുത്ത് നമുക്ക് ഈ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു ക്യൂർ പലപ്പോഴും സാധ്യമാവാറില്ല. ട്യൂമേഴ്സ് വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഈ ട്യൂമേഴ്സിനെ നിയന്ത്രിക്കാവുന്നതാണ്. 1 ആവശ്യത്തിന് വെള്ളം കുടിക്കുക. 2 എക്സസൈസ്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. നമ്മുടെ ഒരു BMI എപ്പോഴും ഒരു 25-ൽ താഴെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ക്യാൻസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പെയിൻറ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം, എക്സ്പോഷേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമിതമായിട്ട് വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാം. ഫുഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബാലൻസ്ഡ് ഫുഡാണ് പറയുക. വെജും നോൺ വെജും ഒരുപോലെ മിക്സ് ചെയ്ത് പോകുന്ന ഡയറ്റ്. കൂടുതലായിട്ട് നോൺ വെജ് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഫാറ്റ് കണ്ടൻറ്റ് കൂടിയ ഫുഡ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയിലെ ട്യൂമേഴ്സിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്.